എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഗണിതശാസ്ത്രമായിരുന്നു. അതായത് മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച, അതായത് ഇന്ന് രാവിലെ 9:30 മുതൽ 12:15 വരെ ആയിരുന്നു ഇന്നത്തെ ഗണിതശാസ്ത്രം പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് 2.5 മണിക്കൂറായിരുന്നു ഇന്നത്തെ പരീക്ഷ. അതായത് 50 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ പല വിദ്യാർത്ഥികൾക്കും ഈസി ആയിരിക്കും, എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ടഫായിരിക്കും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരിക്കും, എന്നാൽ പല വിദ്യാർത്ഥികളും പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ചില വിദ്യാർത്ഥികൾക്കെങ്കിലും അത് കൃത്യമായിട്ട് അതിനെ ആൻസർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നാലും ടഫായിരുന്നാലും നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഇത് സാധാരണ ഒരു പരീക്ഷ പോലെ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി. കാരണം അതായത് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ കിട്ടിയില്ലേ അല്ലെങ്കിൽ ഞാൻ തോൽക്കുമോ എന്നിങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ ഒരു പരീക്ഷ കഴിഞ്ഞത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല. കാരണം കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് ആലോചിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക. അതായത് മാർച്ച് 19-ാം തീയതി ബുധനാഴ്ചയുള്ള പരീക്ഷ നിങ്ങൾക്ക് 3ാം ഭാഷയായിട്ടുള്ള ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ് പരീക്ഷയാണ്. അപ്പോൾ രാവിലെ 9 മുതൽ 11:15 വരെയാണ് പരീക്ഷ ഉള്ളത്. അപ്പോൾ രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഗണിതശാസ്ത്രം പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വിദ്യാർത്ഥികൾ നേടണം എന്നുള്ളത്. ഗണിതശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് 80 മാർക്കുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ 80 മാർക്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അതായത് ഒരു 20 മാർക്ക് CE ഫുള്ള് കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 80-ൽ 10 മാർക്ക് കിട്ടിയാൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും. കാരണം ഈ ഒരു ആകെ മാർക്ക് എന്ന് പറയുന്നത് 80-നോടൊപ്പം 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 100-ലാണ് മാർക്ക് വരിക. 100-ൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് ആകെ മാർക്കിൻ്റെ 30%. 100-ന്റെ 30% എന്ന് പറഞ്ഞാൽ 30 മാർക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ 30 മാർക്ക് നിങ്ങൾക്ക്, അതായത് ഈ ഒരു 20 മാർക്ക് ഫുൾ CE കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 80-ൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു 30 മാർക്ക് കിട്ടി ജയിക്കുന്നത് ആയിരിക്കും. ഇനി അതേസമയം നിങ്ങൾക്ക് ഒരു 20 മാർക്ക് CE കിട്ടുന്നില്ല, അതായത് ഒരു 19 മാർക്ക് മാത്രമേ CE കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ 11 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു 30 മാർക്ക് ടോട്ടലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ ജയിക്കുന്നതാണ്. അതായത് നിങ്ങൾക്കൊരു 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു പരീക്ഷയിൽ A+ കിട്ടാൻ അല്ലെങ്കിൽ A ഗ്രേഡ് കിട്ടാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ ഇന്നത്തെ പരീക്ഷയിൽ കിട്ടിയാലാണ് നിങ്ങൾക്ക് A+ കിട്ടുക എന്നുള്ളത് നോക്കാം. അതായത് 20 മാർക്ക് ഫുൾ CE കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 70 മുതൽ 80 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ 60 മുതൽ 69 വരെ കിട്ടിയാൽ A ഗ്രേഡാണ്. അതുപോലെ 50 മുതൽ 59 വരെ മാർക്ക് കിട്ടിയാൽ B+ ഗ്രേഡും, 40 മുതൽ 49 വരെ മാർക്ക് കിട്ടിയാൽ B ഗ്രേഡും, 30 മുതൽ 39 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ C+ ഗ്രേഡും, 20 മുതൽ 29 വരെ മാർക്ക് കിട്ടിയാൽ C ഗ്രേഡും, 10 മുതൽ 19 വരെ മാർക്ക് കിട്ടിയാൽ D+ ഗ്രേഡുമാണ് കിട്ടുക. ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് 1 മുതൽ 9 വരെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 0 കിട്ടിക്കഴിഞ്ഞാൽ DO EO കിട്ടുകയും അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുകയും ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് CE ഉൾപ്പെടെ കൂട്ടുന്ന സമയത്ത് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് ആ CE ഉൾപ്പെടെ കൂട്ടുന്ന സമയത്താണ് ഈ ഒരു 90 മുതൽ 100 വരെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു A+ ആണ് കിട്ടുക. 80 മുതൽ 89 വരെ A ഗ്രേഡും, 70 മുതൽ 79 വരെ B+ ഗ്രേഡും, 60 മുതൽ 69 വരെ നിങ്ങൾക്ക് B ഗ്രേഡും, അതുപോലെ 50 മുതൽ 59 വരെ നിങ്ങൾക്ക് C+ ഗ്രേഡും, 40 മുതൽ 49 വരെ C ഗ്രേഡും, അതുപോലെ 30 മുതൽ 39 വരെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ D+ ഗ്രേഡും കിട്ടും. ഈ ഒരു 30-ന് താഴെ നിങ്ങൾക്ക് 29-നും അതിനും താഴെയായിട്ട് കിട്ടുകയാണെങ്കിൽ DO EO ഗ്രേഡ് കിട്ടുകയും അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തോൽക്കുകയും ചെയ്യുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു D+ എങ്കിലും മിനിമം കിട്ടിയാലാണ് നിങ്ങൾ ജയിക്കുക. ഇതിന് താഴെയായിട്ട് ഏത് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കുന്നത് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡെങ്കിലും മിനിമം കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന SSLC പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നാലും ടഫ് ആയിരുന്നാലും നിങ്ങൾ അതും ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്ത പരീക്ഷയായിട്ടുള്ള ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ്, ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ബുധനാഴ്ചത്തെ പരീക്ഷ ആ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് അതിന് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.